സന്തോഷം പങ്കുവച്ചാൽ ഇരട്ടിക്കുമെന്നും സന്താപം പങ്കുവച്ചാൽ ലഘൂകരിക്കപ്പെടുമെന്നത് സാർവത്രികമായ ഒരു ആശയവാദമാണ്. ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നെഞ്ചിനുള്ളിൽ ഇരച്ചു പൊങ്ങുന്ന വേദനയുടെ വിഷയങ്ങൾ സർവ്വ പ്രശ്നങ്ങളുടെ ഉത്തരമായ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിച്ചു കഴിയുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആശ്വാസം ലഭിക്കുന്നു. പ്രശ്നങ്ങൾ മാനുഷിക നിലയിൽ കാഠിന്യവും അതുപോലെ ഉത്തരം ലഭിക്കുവാൻ വൈകുന്നവയും ആകുമ്പോൾ സഹോദര സ്നേഹത്തിൻ്റെ ഐക്യതയിൽ പ്രാർത്ഥനാ സഹകാരികളാകുവാൻ തൽപരരായവരെ നമ്മിൽ പലരും തിരയാറുണ്ട്. അവരവരുടേതായ മുറിയുടെ സ്വകാര്യതയിൽ നേറുന്ന പ്രശ്നങ്ങൾ ലോകത്തിൻ്റെ മറ്റ് കോണിലിരിക്കുന്ന ഒരു വ്യക്തിയുമായി പങ്കുവച്ച് അഭയയാചന കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ തങ്ങൾ ഏകരല്ല എന്നൊരു ചിന്ത നമ്മെ ഭരിക്കുന്നു. ഇങ്ങനെ അമേരിക്കയുടെ വിവിധ കോണുകളിലുള്ള സഭാ വ്യത്യാസമില്ലാതെ പ്രാർത്ഥനാ സഹകാരികളെ ഒരു വെളിപ്പാടിനകലെ കൊണ്ടുവരുന്ന മഹത്തായ ശുശ്രൂഷയാണ് ഇന്ന് അമേരിക്കയിലുടനീളം പ്രചുര പ്രചാരം നേടിയിരിക്കുന്ന പ്രയർ ലൈനുകൾ. പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഇപ്രകാരം ക്രമീകൃതമായ ഒരു പ്രയർ ലൈൻ എന്ന ആശയത്തിന് ഉപയോഗിക്കപ്പെട്ട അനുഗ്രഹീത ദമ്പതികളുമായി തൂലിക ടിവിയുടെ ഫേസ് ടു ഫേസ് പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുന്നു. തൂലിക ടിവിയുടെ ഫേസ് ടു ഫേസ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഫേസ് ടു ഫേസ് പ്രോഗ്രാമിൽ എന്നോടൊപ്പം പങ്കുചേരുന്നത് അമേരിക്കയിൽ ക്രമീകൃതമായ രീതിയിൽ ആദ്യമായി പ്രയർ ലൈൻ സ്ഥാപിച്ച സിസ്റ്റർ സൂസൻ ജോർജും ഡോക്ടർ ഡാനിയൽ രാജൻ അവർകളുമാണ്. അവരെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പല രീതിയിലുള്ള പ്രയർ ലൈനുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എങ്കിലും ആദ്യമായിട്ട് ക്രമീകൃതമായ രീതിയിൽ അമേരിക്കയിൽ പ്രയർ ലൈൻ സ്ഥാപിച്ചത് ഈ പ്രിയ സഹോദരങ്ങളാണ്. അവരോട് ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. അവരെ കൂടുതലായി അടുത്തറിയുവാൻ ഈ ഇൻ്റർവ്യൂ സഹായകരമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സിസ്റ്റർ, നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം ഒന്ന് പറയാമോ? എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്? നിങ്ങൾ മുൻപ് തന്നെ പെന്തിക്കോസ് വിശ്വാസത്തിലുള്ളവരായിരുന്നോ അതോ മറ്റ് ഏതെങ്കിലും വിശ്വാസത്തിൽ നിന്ന് പെന്തിക്കോസ് അനുഭവത്തിലേക്ക് കടന്നു വന്ന സിസ്റ്ററുടെ അനുഭവം എന്ന് പറയാമോ ആദ്യം? ഞങ്ങൾ മാർത്തോമ സഭയിലായിരുന്നു, മാർത്തോമ വിശ്വാസത്തിലായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ വളരെ ചെറുപ്പം മുതലേ വളരെ ചിട്ടയോടുകൂടി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയും വളർത്തുവാനായിട്ട് സഹായിച്ചു. ആ പ്രകാരത്തിൽ ഒരു നല്ല കുടുംബത്തിൽ ജനിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. എൻ്റെ മാതാവിൻ്റെ ഗ്രാൻഡ് ഫാദറായിട്ടുള്ള റവറൻ ടി കോശി, അദ്ദേഹം ആത്മോപകാരി അച്ഛൻ എന്ന പേരോടുകൂടിയ ദേവദാസൻ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസനും. അദ്ദേഹം അനേകം മാർത്തോമ സഭയിൽ അനേകം ക്രിസ്തീയ ഗാനങ്ങൾ എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗമ മണ്ഡപം വിട്ടിറങ്ങി എന്നുള്ള തുടങ്ങി അനേകം ഗാനങ്ങൾ രചിക്കുകയും പുസ്തകങ്ങൾ എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ദേവദാസനത്രേ. അങ്ങനെ ഒരു മാർത്തോമ പശ്ചാത്തലത്തിൽ വളർന്നു വന്നു. സൺഡേ സ്കൂളും VBS അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു. വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ആരാണ് മുഖാന്തരമായി തീർന്നത്? ഏതെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടായിട്ടാണോ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്, അതോ സ്വയമായ ഒരു തീരുമാനമെടുത്ത് വിശ്വാസത്തിലേക്ക് കടന്നു വരികയായിരുന്നു? ഞാൻ ആയിരുന്ന വിശ്വാസത്തിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു. ഞാൻ എല്ലാം കൊണ്ടും അത് വളരെ നല്ലതാണെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി സൂസൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ ഭവനത്തിൽ വരികയും ആ പ്രിയ സഹോദരി എന്നോട് പറഞ്ഞു, നമ്മളായിരിക്കുന്ന ഈ അവസ്ഥയിലുള്ള ആരാധനയിൽ ദൈവത്തിന് വാസ്തവമായിട്ട് പ്രസാദമുണ്ടാകുകയില്ല. കാരണം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വചനമനുസരിച്ച് ശമരിയക്കാരത്തിയോട് കർത്താവ് പറഞ്ഞത്, ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവൻ ആത്മാവിൽ സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. നമ്മൾ ഹൃദയത്തിൽ നിന്നുള്ള ആരാധനയാണ് ദൈവം പ്രസാദിക്കുന്നത്. നമ്മൾ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുന്നത് കൊണ്ട് അതിനകത്ത് ദൈവത്തിന് പ്രസാദമില്ല. അത് കേട്ടപ്പോൾ മുതൽ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ഭാരമുണ്ടായി. കർത്താവേ, എൻ്റെ ആരാധനയിൽ ദൈവത്തിന് പ്രസാദമില്ലെങ്കിൽ ഞാൻ എല്ലാ ആഴ്ചയിലും ഞാൻ സൺഡേ സ്കൂളിൽ പോകുന്നു, വേദപുസ്തകം അവിടെ ചർച്ചൊക്കെ പോകുന്നു, അതുകൊണ്ട് ദൈവത്തിന് പ്രസാദമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ, എനിക്കും ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ എനിക്ക് ആരാധിക്കണം എന്നൊരു വലിയ വാഞ്ച എൻ്റെ ജീവിതത്തിലുണ്ടായി. അങ്ങനെ ഞാൻ ആയിരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് ഞാൻ MTech കമ്പ്യൂട്ടർ സയൻസ് ചെയ്യാൻ ഞാൻ കോയമ്പത്തൂർ PSG ടെക് കോളേജിൽ പഠിക്കുവാനായിട്ട് പോയി. ആ സമയത്ത് അന്ന് എൻ്റെ ഭവനത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പം എൻ്റെ വേറൊരു ഫ്രണ്ട്, എൻ്റെ ഫ്രണ്ടല്ല വാസ്തവം പറഞ്ഞ്, ഞാൻ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെയുള്ള മാർത്തോമ സഭ അന്വേഷിച്ച് പോയതാണ്. പക്ഷെ എന്നെ കണ്ടപ്പോൾ ഒരു ലേഡി എന്നോട് ബസ്സിലിരുന്ന് ചോദിച്ചു, ഇഫ് യു ആർ എ ബിലീവർ ഗോ ടു ദ സയൻസ് അസംബ്ലി ഓഫ് ഗോഡ് ചർച്ച്. അപ്പോൾ എങ്ങനെയോ അതിന് മനസ്സിലായി ഞാൻ എന്തോ ചേർച്ച് അന്വേഷിക്കുവാണ്. അപ്പോൾ എനിക്ക് ഇൻ സായിബാബ കോളനി, അപ്പോൾ അതേത് ചേർച്ചാണെന്നും എനിക്കൊന്നും അറിയത്തില്ല, ഞാനവിടെ പഠിക്കാൻ പോയതാണ്. ആ സമയത്ത് അങ്ങനെ പറഞ്ഞു,
ഞാൻ എൻ്റെ മനസ്സിൽ കർത്താവ് ഈ സഭ ഇത് എവിടാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ ഇരുന്നപ്പം ഞങ്ങളുടെ വേറൊരു അങ്കിൾ അവിടെ താമസിക്കുന്നത്, അവർ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സാണ്, അവർ ഹിന്ദുസാണ്. ഞാൻ അവിടെ ആഴ്ചയിലൊരിക്കൽ പോകാറുണ്ടായിരുന്നു, 2 ആഴ്ചയിലൊക്കെ ഒരിക്കൽ. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് സായിബാബ കോളനി. അപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നി. ഈ പറഞ്ഞത് എനിക്ക് ഒരു പരിചയമില്ലെങ്കിലും ആ സ്ഥലം അത് തന്നെയാണല്ലോ. അപ്പോൾ അവിടെ പോകാനും അവരോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു ചേർച്ച് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ താമസിക്കുന്നതിന് 1 ബ്ലോക്ക് അപ്പുറയായ ഈ ചേർച്ചെന്ന്. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ ആരാധനയ്ക്ക് ചെന്നപ്പം ആദ്യമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. ഞാൻ അതിന് മുമ്പത്തെ ആഴ്ചകളിലൊക്കെ ഞാൻ മാർത്തോമാ പള്ളിയിൽ പോയി, CSI പള്ളിയിൽ പോയി, എപ്പോഴും വളരെ ഭാരത്തോടെ ഞാൻ മടങ്ങി വന്നു. എനിക്കൊന്നും അവിടുന്ന് ലഭിച്ചില്ല. 5-10 മിനിറ്റ് എന്തെങ്കിലും പറയുന്ന വചനം. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എനിക്ക് വലിയ ഹോം സിക്നെസ് ആയിരുന്നു. ആ സമയത്ത് ധാരാളം പഠിക്കുവാനുണ്ട്. ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ സയൻസ് ചെയ്ത് ഞാൻ BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സാണ് പഠിച്ചത്. ആ സമയത്ത് ഭയങ്കര പഠിക്കുവാനും വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇതെല്ലാം കൂടെ കോപ്പി ചെയ്യാനായിട്ട് പ്രയാസം വന്ന സമയത്ത് ഞാൻ അന്ന് വന്നപ്പം ആ ചേർച്ചിൽ ഡോക്ടർ മുരളീധർ ആയിരുന്നു അവിടെ വചനം ശുശ്രൂഷിച്ചത്. അന്ന് എനിക്ക് എന്തോ ഒരു സന്തോഷമാണെന്ന് എനിക്കറിയത്തില്ല. ആ ചർച്ചിൽ ചെന്നപ്പോൾ ദേവദാസൻ പറഞ്ഞു നമ്മളെല്ലാവരും ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ടൊരു അനുഭവമാണ്. ഒരു പുസ്തകമൊന്നും അവിടെ ഇല്ല. എല്ലാവരും ആത്മാവിൽ നിങ്ങളുടെ വാ തുറന്ന് ദൈവത്തെ ആരാധിക്കും. ഞാൻ ഒന്നാമത് എൻ്റെ മനസ്സിൽ വലിയ ഭാരത്തോടെ ഇരിക്കുമായിരുന്നു. വളരെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ. അത് കഴിഞ്ഞ് ഞാൻ ഇരുന്നപ്പോൾ ഡോക്ടർ മുരളീധർ അന്ന് ഗസ്റ്റായിട്ട് അവിടെ വന്നിരിക്കുക. അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എന്നെ ഒരുപാട് ബലപ്പെടുത്തി. ഏകദേശം 45 മിനിറ്റിലധികമുള്ള മെസ്സേജ് ഉണ്ടായിരുന്നു. ഒത്തിരി സന്തോഷമായി. അപ്പോൾ തന്നെ അവരവിടെ ആ ചേർച്ചിൽ ഞാൻ ആയിരിക്കുമ്പോൾ എൻ്റെ ഭവനത്തിൽ നിന്നൊക്കെ മാറി താമസിക്കുന്ന സമയം ഞാൻ സ്നാനപ്പെട്ടിട്ടൊന്നുമില്ലായിരുന്നു. ആ സമയത്ത് 92-ലായിരുന്നു. സിസ്റ്റർ സൂസൻ M.Tech കംപ്ലീറ്റ് ചെയ്തു എന്ന് മനസ്സിലായി. ഡോക്ടർ ഡാനിയൽ രാജൻ, താങ്കൾ എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്? അഥവാ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ശേഷമാണോ നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കുന്നത്? എങ്ങനെയാണ് ആ കാര്യങ്ങൾ ഒന്ന് പറയാമോ? Actually, when we both got married, we were in the Marthoma faith, and then it's really later on when I came to USA that I joined the Pentecostal church, and that's how the journey moved forward, so to say. ഏത് രീതിയിലുള്ള മെഡിക്കൽ പ്രൊഫഷനാണ് താങ്കൾ ചെയ്യുന്നത്? I'm actually a medical doctor. I'm mostly I practice internal medicine. സിസ്റ്റർ, താങ്കൾ പറഞ്ഞല്ലോ ഒരു ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ഒരു സ്ത്രീയുമായി പരിചയപ്പെടുകയും അവരൊരു ആരാധനാലയത്തെക്കുറിച്ച് പറയുകയും അവിടെ ചെന്ന് ഡോക്ടർ മുരളീധരൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം എത്ര നാളുകൾക്ക് ശേഷമാണ് വിശ്വാസ സ്നാനത്തിലേക്ക് താങ്കൾ കടന്നു വരുന്നത്? അതോ താങ്കൾ അവിടെ വെച്ചാണോ വിശ്വാസ സ്നാനമേറ്റത്, അതോ അമേരിക്കയിൽ കടന്നു വന്ന ശേഷമാണോ വിശ്വാസ സ്നാനമേറ്റത്? ഞാൻ അവിടെ വെച്ച് ഞാൻ ആ ചേർച്ച് നല്ലൊരു പെന്തക്കോസ്റ്റൽ ചേർച്ചായിരുന്നു. എന്നാലും ഞാൻ രഹസ്യമായിട്ട് ഞാൻ സ്നാനപ്പെടാനായിട്ട് ഞാൻ ആഗ്രഹിച്ചില്ല. പ്രത്യേകിച്ചും എൻ്റെ ഹസ്ബൻഡിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഞാൻ ഒരിക്കലും സ്നാനപ്പെടത്തില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് M.Techൻ്റെ കോഴ്സെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ തിരിച്ച് ഭവനത്തിലേക്ക് മടങ്ങി വന്നു. ആ സമയത്ത് ചരൽക്കുന്ന് വെച്ച് വേറൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. ആ കോൺഫറൻസ് സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാം അറ്റൻഡ് ചെയ്തു. ആ സമയത്ത് അവർ പറഞ്ഞു നിങ്ങൾക്ക് സ്നാന ശുശ്രൂഷയ്ക്ക് വേണ്ടി താല്പര്യമുള്ളവർ അതിനായിട്ട് വരണം. അന്ന് എൻ്റെ ഹസ്ബൻഡിന് അത്ര അതിനോട് താല്പര്യമില്ലായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് വളരെ ആഗ്രഹമുണ്ട് സ്നാനപ്പെടണമെന്ന്. കാരണം സ്നാനത്തെക്കുറിച്ച് ഞാൻ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് സ്നാനം, പ്രത്യേകിച്ചും റോമർക്കെഴുതിയ ലേഖനം 6 അധ്യായമൊക്കെയും വായിച്ചപ്പോൾ സ്നാനം എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ സ്നാനപ്പെടണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണമെന്നുണ്ട്, പക്ഷേ എൻ്റെ വീട്ടിൽ എനിക്ക് പെർമിഷൻ കിട്ടാൻ പ്രയാസമാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സാരമില്ല സിസ്റ്റർ പോയി പ്രാർത്ഥിച്ചാൽ മതി, ദൈവം അതിൻ്റെ ഉള്ള മുഖാന്തരം ദൈവം ഒരുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാത്രിയിൽ വളരെ നേരം ഞാൻ ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പെർമിഷൻ ചോദിച്ചു എനിക്ക് സ്നാനപ്പെടണം. അപ്പോൾ അദ്ദേഹം വളരെ സ്ട്രോങ് ബിലീവറാണ്. ഞാൻ വിവാഹം ചെയ്ത് വന്നപ്പോൾ എന്നെക്കാളും വളരെ ആത്മീയമായിട്ട് വളരെ ഉന്നതമായ ലെവലിലായിരുന്നു അദ്ദേഹം. ഞാൻ ആ ബൈബിളൊക്കെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ബൈബിളിലെ എല്ലാ പേജിലും നോട്ട്സൊക്കെ എഴുതി ഡിസിപ്ലിൻഡായിട്ട് ബൈബിൾ കോൺകോർഡൻസും നോട്ട്സും ഒക്കെ പഠിക്കുകയും അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വളരെ താല്പര്യം തോന്നി. അങ്ങനെ പക്ഷേ ഈ സ്നാനത്തെപ്പറ്റി അദ്ദേഹത്തിന് എപ്പോഴും കാരണം മാർത്തോമാ സഭയിൽ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്.
അപ്പോൾ അതിന് നല്ല അടിസ്ഥാനമുള്ളതുകൊണ്ട് അതിൽ അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ സ്നാനപ്പെടാനായിട്ട് താല്പര്യപ്പെടുന്നു, എന്നെ സ്നാനപ്പെടാനായിട്ട് വിടാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പൊയ്ക്കോളാൻ എനിക്ക് പെർമിഷൻ കിട്ടി. എനിക്ക് വലിയ സന്തോഷമായിരുന്നു. എന്നാണ് ആ തീയതി ഓർക്കുന്നുണ്ടോ? എന്നാണ് സ്നാനപ്പെട്ടതെന്ന് ഓർക്കുന്നുണ്ടോ? 92-ലാണ്. ചരൽക്കുന്ന് വെച്ചാണ് സ്നാനപ്പെട്ടത്. ഞങ്ങൾ കൊല്ലത്ത് അവിടെ തിരുമുല്ലവാരത്ത് വെച്ചായിരുന്നു സ്നാനപ്പെട്ടത്. എങ്ങനെയാണ് ഈ പ്രെയർ ലൈൻ ആരംഭിക്കുവാൻ കാരണം? അതിനെന്തെങ്കിലും പ്രത്യേകമായ കാരണങ്ങളുണ്ടോ, അതോ ജസ്റ്റ് ഒരു മനസ്സിൽ തോന്നിയ ഒരു ആശയമാണോ? നിങ്ങൾ രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് തുടങ്ങിയതാണോ? എങ്ങനെയാണ് അത് തുടങ്ങിയത്? ഇവിടെ അമേരിക്കയിൽ വന്നു. അമേരിക്കയിൽ വരാനുള്ള കാരണം തന്നെ വളരെ അത്ഭുതകരമായ ഒരു ഇതാണ്. ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ചെയ്തെങ്കിലും എനിക്ക് എൻ്റെ നാട്ടിൽ എൻ്റെ മാതാപിതാക്കളുമൊക്കെ അവിടെ ആയിരുന്നുകൊണ്ട് അവരെ ഒന്നും വിട്ടിട്ട്, അദ്ദേഹത്തിൻ്റെ പേരൻസൊക്കെ സിംഗപ്പൂരിലാണ്. അപ്പോൾ എനിക്ക് വീടുമായിട്ട് ഒത്തിരി അറ്റാച്ച്ഡ് ആയിരുന്നുകൊണ്ട് എനിക്ക് അമേരിക്കയിലോട്ട് വരാൻ ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഒരേ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, അമേരിക്കയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാനായിട്ട് നമുക്ക് പോവുകയാണെങ്കിൽ മാത്രമേ ഞാൻ അമേരിക്കയിൽ വരുന്നുള്ളൂ. ആ ഒരു കണ്ടീഷനുള്ളത്. അപ്പോൾ ആ പോകാനുള്ള താല്പര്യം കൊണ്ട് അദ്ദേഹം സമ്മതിച്ചു, നമുക്ക് അങ്ങനെ പോവാം. അപ്പോൾ ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു H1 വിസ, വർക്ക് വിസ, ഞങ്ങൾ ഗ്രീൻ കാർഡൊന്നും അല്ല, വർക്ക് വിസയിലാണ് വന്നത്. അപ്പം അതുപോലും എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. ഒട്ടും താല്പര്യമില്ലായിരുന്നു വരാനായിട്ട്. എന്നാൽ ഞാൻ ഈ വിസ കിട്ടിയ സമയത്ത്, വിസയുടെ ആപ്ലിക്കേഷൻ അതിൻ്റെ സമയത്ത് അവിടെ വന്ന ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ഞങ്ങൾ അമേരിക്കയിൽ പോണോ വേണ്ട, ഒന്ന് പ്രാർത്ഥിച്ച് പറയണമെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനല്ല പ്രാർത്ഥിക്കേണ്ടത്, സൂസൻ തന്നെ പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 25:12 ഹൂ ഇസ് ദ മാൻ ഹു ഫിയർത്ത് ദ ലോർഡ്, ഹിം ഷാൽ ദ ലോർഡ് ഷോ ഹിം ദ വേ ടു ചൂസ്. യഹോവ ഭക്തനായ പുരുഷനാര്, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി യഹോവ അവന് കാണിച്ചു കൊടുക്കും. ആ വചനം വെച്ച് ഞാൻ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് അവിടെ പോകണം എന്നുള്ളത് എനിക്ക് വ്യക്തമായി കാണിച്ചു. എന്നാൽ എൻ്റെ മാതാപിതാക്കൾ അതിന് ഒത്തിരി തടസ്സമായിരുന്നു. അവർക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്ത കാര്യമായിരുന്നു ഞങ്ങളിവിടെ വരുന്നത്. എന്നാൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ഏറ്റവും അത്ഭുതം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ വന്ന സമയം ഞങ്ങൾ 98-ലായിരുന്നു ഇവിടെ അമേരിക്ക വന്നത്. ആ സമയത്ത് വിസ കിട്ടാൻ വളരെ ബുദ്ധിമുട്ട്, പ്രത്യേകിച്ചും സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സിന് പലരും ആ സമയത്ത് കളിപ്പിച്ചൊക്കെ വരുന്നതുകൊണ്ട് അവർ 3-4 മണിക്കൂറുള്ള നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാംസൊക്കെ എഴുതിയ ശേഷമേ അവർ വിസ കൊടുക്കത്തുള്ളായിരുന്നു. എന്നാൽ എൻ്റെ കാര്യം ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, അവരെങ്ങനെ ചോദിക്കുമോ ഒന്നും അറിയത്തില്ല. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമേ ഇരുന്നു. എന്നെ ഒരു ഇൻ്റർവ്യൂ പോലും അവർ നടത്തിയില്ല, എന്നെ കണ്ടിട്ട് പോലും ഇല്ല. അവർ മാർക്ക് ലിസ്റ്റ് മാത്രം കൊടുത്തു. അത് കണ്ടതിന് ശേഷം അവർ പറഞ്ഞു, എനിക്കൊരു നമ്പർ ഉണ്ടായിരുന്നു, നമ്പർ 182, കം ആൻഡ് കളക്ട് യുവർ വിസ അറ്റ് 3 o'clock. ഇതെല്ലാം കാണിക്കുന്നത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയായിരുന്നു. വിസ കിട്ടി അമേരിക്കയിലേക്ക് വന്ന എൻ്റെ ചോദ്യം, എങ്ങനെയാണ് ഈ പ്രെയർ ലൈൻ എന്ന ആശയം നിങ്ങൾക്ക് ഉണ്ടായത് എന്നുള്ളത്? അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കാൻ പറഞ്ഞതാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ ആദ്യം തന്നെ ഇവിടെ ജോസഫ് സൈമൺ എന്നൊരു ദേവദാസൻ, ഞങ്ങൾക്ക് സിസ്റ്റർ മേരി കോർ ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞു വിട്ടു ഇങ്ങനൊരു ദേവദാസനുണ്ട്. അപ്പം ആ ദേവദാസിൻ്റെ ചേർച്ചിൽ വരുവാനായിട്ട് ഞങ്ങൾക്ക് ഇടയായി. അത് ബോസ്റ്റണിൽ, ഞങ്ങൾ ബോസ്റ്റണിലാണ് താമസിക്കുന്നത്. അവിടെ വന്നെങ്കിലും ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ, അവർക്ക് ഞങ്ങൾ ഒരിക്കലും ഒരു പെൻഡക്കോസ്റ്റൽ ചേർച്ചിൽ പോകുന്നത് അവർക്ക് ഒട്ടുമേ താല്പര്യമില്ലായിരുന്നു. വളരെ ബുദ്ധിമുട്ടോടുകൂടിയായിരുന്നു, തടസ്സങ്ങളോടുകൂടിയായിരുന്നു അവിടെ പോകുന്നത്. എന്നാൽ എനിക്ക് അവിടെ ഞങ്ങളിവിടെ വന്നപ്പം ഞങ്ങൾ മാർത്തോമാ സഭയിൽ തന്നെയായിരുന്നു തുടർന്ന് പോയിക്കൊണ്ടിരുന്നത്. മാർത്തോമാ സഭയിലുള്ളവർ ഞങ്ങളെ വളരെയധികം സ്നേഹിച്ചു. വളരെ സ്നേഹത്തോടെ ആയിരുന്നു ഞങ്ങൾ അവിടെ ആയിരുന്നു. ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും വളരെ ആക്റ്റീവായിരുന്നു. മാർത്തോമാ സഭയിലുള്ളവർ എന്നെ മാർത്തോമാ സഭയുടെ വൈസ് പ്രസിഡൻറ്റ് വരെയും ആക്കി. സാധാരണ അങ്ങനെ സ്ത്രീകളെ ഒന്നും അങ്ങനെ ആക്കുന്നതല്ല. എന്നാൽ അവർ അത്രമാത്രം സ്നേഹിക്കുകയും ഞങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ അവിടുത്തെ വൈസ് പ്രസിഡൻറ്റും എൻ്റെ ഹസ്ബൻഡ് അവിടെ ബൈബിൾ സ്കൂളും ബൈബിൾ സ്റ്റഡിയൊക്കെ നടത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ അവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഈ ചേർച്ചുമായിട്ടുള്ള ബന്ധം, ജോസഫ് സൈമൺ പാസ്റ്റർ ചേർച്ചുമായിട്ട് കണക്റ്റഡായി. ഇവിടെ വന്നപ്പോൾ ഭയങ്കര നല്ല ശക്തമായിട്ടുള്ള ദൈവവചനം ഈ ദേവദാസൻ പഠിപ്പിക്കുകയും എപ്പോൾ ഞങ്ങൾ വന്നാലും എന്നോട് പറയും പ്രാർത്ഥിക്കാൻ പറയും. പ്രാർത്ഥനയ്ക്ക് ഒത്തിരി പ്രയോറിറ്റി കൊടുത്ത് ആ ദേവദാസൻ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ്, അങ്ങനെ ഈ പ്രാർത്ഥനയ്ക്ക് ഉള്ള താല്പര്യം ഒരുപാട് വർദ്ധിച്ചു. അങ്ങനെ ആ സമയത്താണ് ഞാൻ ചുരുക്കി പറയുക. അങ്ങനെ വന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് മെയിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മോളി ആൻറ്റി അവിടെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ കൂടെ വേറൊരു ഫ്രണ്ട് പ്രാർത്ഥിക്കാൻ വന്നു. പ്രാർത്ഥിക്കാൻ വന്നപ്പം
ഞാൻ പെട്ടെന്ന് ഓർത്തു, ഈ ആൻറ്റിക്കാണെങ്കിൽ അവിടെ ആ ദേശത്ത് മലയാളമായിട്ടുള്ള ഒരു കൂട്ടായ്മയല്ല, എല്ലാം ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. ആൻറ്റിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, ഈ ആൻറ്റിയും കൂടെ ഒന്ന് വിളിച്ച് നമുക്ക് ഫോണിൽ കൂടെ. ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ആൻറ്റി ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാനായിട്ട് ജോയിൻ ചെയ്യുന്നതെന്ന്. അപ്പം പുള്ളിക്കാരി വലിയ സന്തോഷമായി. അപ്പം ഞാൻ വചനം പറഞ്ഞു, ഒരു പാട്ട് പാടി, ആരാധിച്ചു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, സൂസനെ ഒരു നല്ല യോഗത്തിന് പോയതുപോലെ ഇരുന്നു, അത്രയ്ക്ക് സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പാസ്റ്ററിനോട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ അതിന് മുമ്പ് ഒരു ലൈൻ, ഒരു യാക്കോബക്കാരുടെ ഒരു ലൈന് ഹ്യൂസ്റ്റണിലോ മറ്റോ ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ 2-3 ദിവസം അത് ഞങ്ങൾ ഒരു 1-2 പ്രാവശ്യം പങ്കെടുത്ത് കാണും. അതിനകത്ത് അപ്പോൾ എനിക്ക് അതിനകത്ത് അത്ര താല്പര്യമായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ ഞങ്ങളുടെ പാസ്റ്ററിനോട് പറഞ്ഞു, നല്ല ഒരു നമുക്കിങ്ങനെ ഒരു പ്രെയർ ലൈൻ സ്റ്റാർട്ട് ചെയ്ത്. അപ്പം അദ്ദേഹം പറഞ്ഞു, സിസ്റ്റർ തുടങ്ങിക്കോ, ഞങ്ങൾ അതിൻ്റെ കൂടെ നിന്നു പ്രാർത്ഥിച്ചോളാം. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളിങ്ങനെ ഇൻ്റർനെറ്റിൽ നോക്കിയിട്ട് അങ്ങനെ ഒരു കോൺഫറൻസ് ലൈൻ എടുത്തു. എന്നിട്ട് ഞങ്ങളുടെ ചർച്ചിലുള്ള 3-4 പേരോട് പറഞ്ഞു, അധികം പേരില്ല, 4 പേരേ ഉള്ളായിരുന്നു. ഞങ്ങൾ 4 പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് എല്ലാ ഞായറാഴ്ചയും ഒരു തീരുമാനമെടുത്തു, പ്രാർത്ഥിക്കാം. അങ്ങനെ ഞായറാഴ്ച ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ കൂടാനായിട്ട് തുടങ്ങി. അപ്പം അവർ പറഞ്ഞു ഒരു ദിവസം കൂടെ, ബുധനാഴ്ചയും കൂടെ ആക്കാം. അങ്ങനെ ഞങ്ങൾ ഓരോ ദിവസവും നോക്കുന്തോറും ആൾക്കാർ വളരെ എണ്ണം കൂടിക്കൊണ്ട് വരികയാണ്. ഈ പ്രെയർ ലൈൻ തുടങ്ങിയ ഡേറ്റ് ഓർക്കുന്നുണ്ടോ? ഏത് ഇയറിലാണെന്നോ? 2007 മെയ്യിലായിരുന്നു. അതിന് മുമ്പേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാലും എനിക്ക് ഒഫീഷ്യലി പ്രെയർ ലൈൻ തുടങ്ങിയത് 2007. ഈ പ്രെയർ ലൈനിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഡോക്ടർ പങ്കാളിയാകുന്നത്? അല്ലെങ്കിൽ മറ്റൊരു ചോദ്യത്തിൽ കൂടെ ചോദിച്ചാൽ, സാധാരണ മെഡിക്കൽ ഡോക്ടേഴ്സ് ആയിട്ടുള്ളവർ ഈ ഹീലിംഗ് അഥവാ മിനിസ്ട്രി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അധികം ഇൻവോൾവ് ആകാറില്ല. അതിന് വിരോധമായ ഡോക്ടർ മുരളീധരൻ, അങ്ങനെയുള്ള ഡോക്ടർ കോവൂർ, അങ്ങനെയുള്ള പലരുണ്ട്. എന്നാൽ അധികം ആൾക്കാർ അങ്ങനെ പ്രത്യേകിച്ചുള്ള മിറക്കിൾ അഥവാ ഹീലിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും മെഡിക്കൽ സയൻസിൽപ്പെട്ടവർക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ നമ്മളുടെ വിശ്വാസം അനുസരിച്ച് ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ താങ്കളൊരു മെഡിക്കൽ ഡോക്ടറാണല്ലോ, ഹൗ യു റിലേറ്റഡ് ഇൻ ദിസ്? I strongly believe that miracles still happen. I strongly believe that doctors are just instruments which God can use for healing. And I've seen many miracles being happening with people whom I've come into contact, and sometimes through prayer, sometimes through medicine. Some cases where medical science says nothing can be done, they have been healed by prayer. Amen. So I feel that God is still in the business of healing people, and one of the ways God uses is doctors, even missionaries. God still uses in many parts of the world where there is no access to medical facilities. Many men of God have done wondrous miracles which there is no explanation. So God is still in the business of doing miracles and divine healing. പ്രെയർ ലൈനിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഈ ഡോക്ടർക്ക് ഇൻവോൾവ്മെൻ്റ് ഉള്ള ഏതെങ്കിലും ഒരു ഭാഗമുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്ടർ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ? എന്ത് കാര്യങ്ങളാണ് ഡോക്ടർ അതിനകത്ത് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് വിശദീകരിച്ച് പറയാമോ? Yes, I'm very much involved. Actually, every Sunday between 4 to 5:30 Eastern Standard Time, that is a New York time, the Eastern Standard Time actually, I share something on the medical line, basically medical issues. I tell people how to be healthy, how to avoid certain kinds of food, or avoid certain food at certain type of meat, and which food to take, what are the harmful effects of certain food products, and how he can be much more healthier than by consuming certain particular food. And I just give them advice on how to lead a better healthy lifestyle, how to overcome certain problems in a very practical way. As a Christian, I believe that God wants us to have an healthy body, and many a times I've noticed that many people in this prayer line, they are very much ignorant about a healthy lifestyle. It's mainly because of ignorance, because they're buying
many things in the market which is very much damaging to the health. Especially we have got so many food in the market which is mainly, to put it more simply, which are GMO, and that is causing a lot of havoc to the health of people. സിസ്റ്റർ പറഞ്ഞല്ലോ 4 പേരെ കൊണ്ട് ആണ് ഈ പ്രെയർ ലൈൻ ആരംഭിച്ചതെന്ന്. അത് ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം? അതല്ലെങ്കിൽ ഇത് ഇപ്പോൾ എത്ര പേര് പ്രെയർ ലൈനിൽ കയറുന്നുണ്ട്? ഇത് 24 hours 7 days ആണോ? അതെങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നതെന്ന് പറയാമോ? 4 പേരെ കൊണ്ട് ആരംഭിച്ചെങ്കിലും ഞാൻ അതിനകത്ത് ആദ്യ സമയങ്ങളിൽ ഞാൻ തന്നെയായിരുന്നു വചനമൊക്കെ പറയുന്നത്. ആ സമയത്ത് ദൈവാത്മാവ് വളരെ സ്പെസിഫിക് ആയിട്ട് ഓരോ വാക്യത്തിൽ കൂടെ സംസാരിക്കുമായിരുന്നു. ഞങ്ങളുടെ പാസ്റ്റർ ഇതൊക്കെയും വളരെ സൈലൻ്റായിട്ട് ലിസൺ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, വചനം എടുത്തിട്ട് ഞാൻ പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായമാണെന്ന് തോന്നുന്നു, അതിനകത്ത് ഒരു വാക്യം എഴുതിയേക്കുന്നു, പത്രോസിനെയും യോഹന്നാനെയും കാരാഗ്രഹത്തിലാക്കിയ സമയത്ത് ഗമാലിയലിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ഗമാലിയലിൻ്റെ അടുക്കൽ ഇവരെ ഉപദ്രവിക്കുന്ന കാര്യവും ഇവർ ചെയ്യുന്ന പ്രവർത്തനം നിർത്തണം എന്നൊക്കെയും പറഞ്ഞ സമയത്ത് ഗമാലിയൽ പറഞ്ഞു, ഇത് ദൈവത്താൽ ആരംഭിച്ചതാണെങ്കിൽ ഒരു മനുഷ്യർക്കും അതിനെ തടയുവാൻ സാധ്യമല്ല, എന്നാൽ മനുഷ്യരാൽ ആരംഭിച്ചതാണെങ്കിൽ അത് തനിയെ നിന്നു പോകും. ഇതൊന്നും ഒരു പാസ്റ്റേഴ്സ് ഒന്നും പറഞ്ഞതല്ല, ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു. അത് ഞങ്ങളുടെ പാസ്റ്റർ കേട്ടോ പറഞ്ഞു, സിസ്റ്റർ അത് ദൈവം തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവാണത്. പിന്നെ ഞാനത് ഓർത്തു, ദൈവത്താൽ ആരംഭിച്ചു. അതുപോലെ തന്നെ അവിടെ ആ പുസ്തകപ്രവൃത്തിയിൽ കാണാൻ കഴിയും, ദിനംപ്രതി ആളുകൾ കൂടിക്കൊണ്ടിരുന്നു. വളരെ അതിശയമായ രീതിയിൽ ആരോടും തന്നെ ഞങ്ങളിത് വിളിച്ച് പറയാറോ ജോയിൻ ചെയ്യണമെന്ന് പറയാറില്ലായിരുന്നു. എന്നാൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ തന്നെ അവർ മറ്റുള്ളവരെ വിളിക്കുകയും ഓരോ ദിവസം ആളിൻ്റെ എണ്ണം വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ എത്ര പേരുണ്ട്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ ഞങ്ങൾക്ക് 24 hours ഉണ്ട്. അതിൻ്റെ രാവിലെ 6 ഞാൻ 6 തൊട്ട് 6:30 വരെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ചെറിയൊരു പ്രഭാഷണവും അതിനോടൊപ്പം ഒരു ആരാധന, ആത്മാവിലുള്ളൊരു ആരാധനയും ലീഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഏതെങ്കിലും ഒരു ദേവദാസിയോ വചനം സംസാരിക്കും. ആ സമയത്ത് നോക്കിയപ്പോൾ 230 പേര് ആ വെളുപ്പിനെ 6:30 മണിക്ക് സമയത്ത് ലൈനിലുണ്ടായിരുന്നു. സാധാരണ ഒരു പീക്ക് ടൈം ഏതാണ് സാധാരണ ഉള്ള ഈ പ്രെയർ ലൈൻ? ഈ രാവിലെ ഉള്ള സമയം, പിന്നെ 9 മണിക്ക് എന്നും നല്ല ബൈബിൾ സ്റ്റഡി ഉണ്ട്, 1 മണിക്കുണ്ട്. ഇത് കണ്ടിന്യൂസ് എല്ലാ ഈ 2 മണിക്കൂറിലും ഇങ്ങനെ എനിവേ ഒരു കുറഞ്ഞത് ഒരു 150 മിനിമം കാണും. എൻ്റെ ചോദ്യം, ഒരു ദിവസം ആവറേജ് എത്ര പേര് ഈ പ്രെയർ ലൈനിൽ കയറുന്നുണ്ടെന്നൊരു കണക്ക് നിങ്ങൾക്കുണ്ടോ? കണക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ അസംബന്ധം നമുക്ക് 1000 പേരിൽ കൂടുതൽ കയറും. കാരണം ഒരേ ആൾക്കാരല്ല, പലർക്ക് വേണ്ടിയാണ് നമ്മൾ പല സമയങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ദേവദാസൻ ഞങ്ങളോട് പറഞ്ഞു, പെസിഫിക് ടൈമിൽ, അതായത് നമ്മളെക്കാളും 3 മണിക്കൂർ പുറകിലാണല്ലോ ഞങ്ങൾ, ബോസ്റ്റൺ ഈസ്റ്റേൺ ടൈം. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു സമയം, അങ്ങനെയാണ് ആദ്യം 9 മണിയുടെ ഉള്ളത് ഞങ്ങൾ 1 മണിക്ക് തുടങ്ങിയത്. അത് കാലിഫോർണിയയിലൊക്കെ ഉള്ളവർക്ക് അവർക്ക് രാവിലെ 9 മണിയാകത്തേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടി, അപ്പം ഈ ഓരോ പ്രാവശ്യം വരുന്നവരുടെ ആ നമ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമായി, ചിലർ അതിനകത്തുള്ളവർ കാണും, മിക്കവാറും പേര് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരൊക്കെയും സംബന്ധിക്കുന്നത്. മലയാളത്തിൽ അമേരിക്കയിൽ മാത്രമേ ഇപ്പോൾ പ്രെയർ ലൈൻ ഉള്ളോ, അതോ മറ്റേതെങ്കിലും ഭാഷകളിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ പ്രെയർ ലൈൻ്റെ പ്രവർത്തനങ്ങളുണ്ടോ? അതെ, പ്രെയർ ലൈൻ്റെ പ്രവർത്തനം മറ്റനേക രാജ്യങ്ങളിൽ അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്നുള്ളവർ വിളിക്കാറും പ്രാർത്ഥിക്കാറും അവരുടെ സാക്ഷ്യം പറയാറുമുണ്ട്. സ്കോട്ട്ലൻഡ്, അങ്ങനെ UK പല സ്ഥലങ്ങൾ, അതുപോലെ ഗൾഫ് കൺട്രീസിലുള്ള ധാരാളം പേര്, ആദ്യകാലങ്ങൾ മുതലേ അവരതിനകത്ത് പങ്കെടുക്കാറുണ്ട്. ഓസ്ട്രേലിയയിലുള്ളവരുണ്ട്, ന്യൂസിലൻഡിലുള്ളവരുണ്ട്, അങ്ങനെ മറ്റ് പല ഇന്ത്യയിലുള്ളവർ ധാരാളം പേരുണ്ട്. അങ്ങനെ മറ്റ് പല രാജ്യങ്ങളിലും ഉള്ളവർ അതിനകത്ത് പങ്കെടുക്കാറുണ്ട്. ഈ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ളവർ വിളിക്കുന്ന ഒരു നമ്പറിലേക്കാണോ? എന്നോട് ചോദിച്ചതുപോലെ നമ്മൾ 6 ഭാഷയിൽ, ആദ്യം ഒരു ഭാഷയിലേ ഉള്ളായിരുന്നു, മലയാള ഭാഷയിൽ മാത്രമേ ഉള്ളായിരുന്നു. പിന്നീട് ദൈവാത്മാവ് ഓരോ സ്റ്റെപ്പായിട്ടാണ് ഇത് കാണിച്ച് വളർത്തിക്കൊണ്ട് വന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ തുടങ്ങുവാനായിട്ട് പറഞ്ഞ് ഞങ്ങൾ ഇംഗ്ലീഷിൽ ആരംഭിച്ചു. അതിനുശേഷം സ്പാനിഷ് ഭാഷയിൽ തുടങ്ങി, പിന്നീട് തെലുങ്ക് ഭാഷയിൽ, തമിഴ് ഭാഷയിൽ, ഹിന്ദി ഭാഷയിൽ, ഇങ്ങനെ 6 ഭാഷയിൽ പ്രെയർ ലൈൻ നടന്നുകൊണ്ടിരിക്കുന്നു. 6 ഭാഷയിലേക്ക് വേണ്ടി 6 നമ്പറുകൾ, എല്ലാം 1 ഡിജിറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മുടെ സെയിം ലൈൻ തന്നെ ഡയൽ ചെയ്യുന്ന നമ്പർ എല്ലാം സെയിം ആണ്. അതിനൊരു കോൺഫറൻസ് ഐ ഡി നമ്മൾ ആഡ് ചെയ്യുന്നതിനകത്ത് അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം 1 ഡിജിറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ.
ഈ പ്രെയർ ലൈൻ ലീഡ് ചെയ്യുന്നതിനുള്ള ആൾക്കാരെ എങ്ങനെയാണ് അത് ക്രമീകരിക്കുന്നത്? ആരെയാണ് ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത്? ഇപ്പം ഡാളസിൽ നിന്ന് ഞങ്ങൾക്കറിയാം ചില പ്രിയപ്പെട്ടവരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് ചില സമയങ്ങളിൽ. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ ആൾക്കാരെ എങ്ങനെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? അതിൽ അങ്ങനെയുള്ള ഒരു ശുശ്രൂഷയിൽ പങ്കാളികളാകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എങ്ങനെ നിങ്ങളോട് ബന്ധപ്പെടാം? എങ്ങനെ ഈ ലീഡിങ് പ്രെയർ ലൈൻ ചെയിൻ ലീഡ് ചെയ്യുന്ന സെക്ഷനിലൊക്കെ എങ്ങനെ ബന്ധപ്പെടാം? ഇപ്പോൾ നമുക്ക് മലയാളത്തിൽ തന്നെ ഏകദേശം 32-ലധികം ലീഡേഴ്സ് തന്നെ ഉണ്ട്. പല സമയങ്ങളിലായിട്ട് പലര് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, പ്രത്യേകിച്ചും നമ്മുടെ അതേ വിശ്വാസം പങ്കിടുന്നവരെയാണ് നമ്മൾ ലീഡേഴ്സായിട്ട് എടുക്കുന്നത്. അപ്പോൾ അവർക്ക് താല്പര്യത്തോടുകൂടി അവരുടെ പ്രാർത്ഥനയൊക്കെയും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ പ്രാർത്ഥനയും അവർ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് വ്യക്തമായിട്ട് കാണിച്ചു തരും. ആ രീതിയിലാണ് ഓരോരുത്തരെയും നമ്മൾ അതിനകത്ത് എടുക്കുന്നത്. പിന്നെ ഞാൻ ലൈനിൽ പറയും, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എന്നെ വിളിച്ചാൽ ലീഡ് ചെയ്യാനുള്ള അവസരങ്ങൾ അവർക്കും ലീഡ് ചെയ്യാം. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുവാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നടക്കാം. എനിക്ക് ഒരാൾക്ക് തനിയെ ചെയ്യാൻ പറ്റത്തില്ല. ഈ പ്രാർത്ഥനാ സെക്ഷനുകൾ ആരെങ്കിലും മോണിറ്റർ ചെയ്യുന്നുണ്ടോ? അതല്ലെങ്കിൽ നമ്മുടെ ഉപദേശത്തിന് വിരോധമായോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുമോ? അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മോണിറ്റർ ചെയ്യാറുണ്ടോ? ഇതിൻ്റെ ലീഡേഴ്സ് എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അവരെന്നെ അറിയിക്കും. അതിന് വളരെ ഒരു അത്ഭുതമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ തന്നെയും എന്തെങ്കിലും ലൈനിൽ ഒരു പരിശുദ്ധാത്മാവാണ് ഏറ്റവും വലിയ മോണിറ്റർ. പരിശുദ്ധാത്മാവ് ഉടനെ എന്നോട് ലൈനിൽ കയറാനായിട്ട് പറയും. അത് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. ഞാൻ ലൈനിൽ കയറുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ സമയത്ത് അതിനനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയും. പല ഭാഷകളിൽ പ്രെയർ ലൈൻ ഉണ്ട് എന്നറിഞ്ഞു. ഇംഗ്ലീഷ് ഭാഷയിലുള്ളതിലാണോ ഡോക്ടർ പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതോ മറ്റേതെങ്കിലും രീതിയിലാണോ ഡോക്ടർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? I concentrate on the English prayer line. We have got the English prayer line thrice a week, and it's on Mondays, Tuesdays, and Thursdays. But I normally give a message every Tuesday, and in addition to that, the medical session, which is always on a Sunday, there's a question and answer, and which is very encouraging because many people ask a lot of questions, and I'm able to give them answers to many of their questions which they could not get a reliable or a concise information on such matters. എന്തെങ്കിലും അനുഭവ സാക്ഷ്യങ്ങൾ, അതായത് വിടുതലിൻ്റേതായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഈ പ്രെയർ ലൈൻ മുഖാന്തരം ഉണ്ടായതിൻ്റെ സാക്ഷ്യങ്ങൾ പറയാനുണ്ട്? ഞാൻ കേട്ടിട്ടുണ്ട് ആത്മഹത്യക്ക് വേണ്ടി തയ്യാറായിരുന്ന ചിലർ പെട്ടെന്ന് ഈ പ്രെയർ ലൈനിൽ കയറണമെന്ന് അവർക്ക് തോന്നുകയും പ്രെയർ ലൈനിലുള്ള പ്രാർത്ഥന മുഖാന്തരം അതിൽ നിന്ന് പിന്മാറി, അല്ലെങ്കിൽ അത്ഭുതകരമായ രോഗസൗഖ്യങ്ങളുണ്ടായി. മക്കളുടെ വിഷയങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചിലർക്ക് അതിൻ്റേതായ വിടുതലുകൾ ഉണ്ടായി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും 1-2 അനുഭവങ്ങൾ ചെറുതായിട്ട് ഒന്ന് സൂചിപ്പിക്കാമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ തന്നെ ആത്മഹത്യയുടെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്നത് ഓർത്തു. എൻ്റെ നമ്പർ, ഞങ്ങളുടെ പ്രത്യേകിച്ചും എൻ്റെ സെൽഫോൺ നമ്പർ പബ്ലിക്കായിട്ട് ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ദൈവാത്മാവ് പറഞ്ഞനുസരിച്ച് തന്നെ അങ്ങനെ ഇട്ട്. സാധാരണ ആരും നമ്പർ അങ്ങനെ പബ്ലിഷ് ചെയ്യാറില്ലല്ലോ. അങ്ങനെ എൻ്റെ നമ്പർ ഇട്ട് ഒരു ദിവസം രാത്രി അർദ്ധരാത്രിക്ക് ഒരു സഹോദരൻ വിളിച്ച സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഞാൻ എന്താ കാര്യം മനസ്സിലായില്ല. ഞാൻ അന്ന് രാത്രി ഞാനൊരു മെസ്സേജ് പറഞ്ഞു. ഞാൻ ഓർത്ത് ആ മെസ്സേജിനെ പറ്റി ചോദിക്കാനായിട്ടായിരിക്കും. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മെസ്സേജ് കേട്ടോണ്ടൊന്നും അല്ല വിളിക്കുന്നത്, എനിക്കതൊന്നും അറിയാനും വയ്യ. ഞാനൊരു കാത്തലിക്കാണ്. ഞാൻ സൂയിസൈഡ് ചെയ്യാനായിട്ടെല്ലാം തീരുമാനിച്ചിരിക്കുന്ന ഒരാളാണ്. ആ സമയത്ത് ഞാൻ മരിക്കാൻ തീരുമാനിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ വെറുതെ ഇൻ്റർനെറ്റിൽ നോക്കിയപ്പോൾ നിങ്ങളുടെ നമ്പർ കണ്ടു. ഞാൻ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സാണ് നോക്കിയത്. വാസ്തവത്തിൽ ഞങ്ങളുടെ ലൈനിൽ അധികം സോങ്സ് ഒന്നുമില്ല. പക്ഷെ ദൈവാത്മാവ് കാണിച്ചതാണെന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. അദ്ദേഹത്തോട് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് സമയം സംസാരിച്ചു. അതിനുശേഷം സാധാരണ ഞാൻ ആരെയും അങ്ങനെ വിളിക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല. എന്നാൽ ഇവരെ കുടുംബമായിട്ട് അവരെ വിളിക്കുവാനും ഒരു പ്രത്യേക കാരണം കൊണ്ടാണ്, ഞാനിപ്പോൾ ഇതിനകത്തൂടെ പറയാൻ താല്പര്യമില്ല, പ്രത്യേക കാരണത്താൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചതാണ്. കുടുംബം വളരെ പ്രയാസത്തിൽ കൂടി കടന്നുപോയി. എന്നാൽ പല ദിവസം അവരോട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് മുഖാന്തരമായിട്ട് അദ്ദേഹം തീരുമാനങ്ങളെയൊക്കെ മാറ്റി അങ്ങനെ അവർ കുടുംബമായിട്ട് രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ഇന്ന് വളരെ ശക്തമായിട്ട് അവർ ദൈവസഭയിൽ കടന്നുപോയി ആരാധിക്കുകയും ചെയ്യുന്നുള്ള വളരെ സന്തോഷകരമായ കാര്യം അത്രേ. ഈ പ്രെയർ ലൈനിൻ്റെ പ്രവർത്തനങ്ങളല്ലാതെ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സിസ്റ്റർ അല്ലെങ്കിൽ ഡോക്ടറോ ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുന്നുണ്ടോ?
ചേർച്ചിൻ്റെ നല്ല നല്ല ഇൻവോൾവ്മെൻറ്റ് ഞങ്ങളുടെ ചേർച്ചിലുണ്ട്. ചേർച്ചിൻ്റെ ആക്ടിവിറ്റീസിലെല്ലാം തന്നെ പ്രത്യേകിച്ചും അവിടെ എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾക്ക് ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും ബൈബിൾ സ്കൂളുണ്ട്. ബൈബിൾ സ്കൂളിലൊന്നും എല്ലാ ദിവസവും ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ശനിയാഴ്ച ഫാസ്റ്റിംഗ് പ്രെയറിൽ ചില ദിവസങ്ങളിലൊക്കെ മെസ്സേജസ് കൊടുക്കാറുണ്ട്. അങ്ങനെ ശനിയാഴ്ച കോട്ടേജ് മീറ്റിംഗ്സ് ഉണ്ട്. ഇതിലൊക്കെ ആക്റ്റീവായിട്ട് പോകുന്നു. അപ്പോൾ തന്നെ പ്രെയർ ലൈൻ്റെ അതുപോലും മുഴുവൻ സമയം നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയത്തില്ല. കാരണം ഏത് സമയത്തും ഫോൺ കോൾസ് വന്നുകൊണ്ടേയിരിക്കും. കാരണം അവർക്ക് വിശ്വസിച്ചു പറയുവാൻ ഒരാൾ, അവർക്ക് എങ്ങനെയോ ഒരു ഉറപ്പുണ്ട്, എന്നോട് പറഞ്ഞാൽ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യത്തില്ലെന്നുള്ളൊരു വിശ്വാസം കൊണ്ട് എപ്പോഴും ആൾക്കാർ വിളിച്ച്, എനിക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ 24 hours ആൾക്കാർക്ക് അവരുടെ പ്രാർത്ഥനാ വിഷയമായിട്ട് വിളിച്ചുകൊണ്ടേയിരിക്കും. സിസ്റ്റർ ചില പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, പാട്ടുകൾ പാടാറുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടു. ഏതെങ്കിലും ഒരു 1-2 പാട്ടുകളുടെ വരികൾ പറയുകയും ഒരു പാട്ടിൻ്റെ ഒരു 2-3 ലൈൻ ഒന്ന് പാടുകയും ചെയ്യാമോ? ഒരു പാട്ട് ഞാൻ ആദ്യമായിട്ട് എഴുതിയത്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയത്ത് ദൈവത്തിൻ്റെ സന്നിധി, കർത്താവേ എനിക്ക് യാതൊരു യോഗ്യതയുമില്ലല്ലോ, ഞാൻ ദൈവസന്നിധി ഇരിക്കും. ദൈവമേ, എത്രയോ എന്നേക്കാൾ കഴിവുള്ളവരും പെന്തക്കോസ്റ്റൽ പാരമ്പര്യമുള്ളവരൊക്കെ ഉള്ളപ്പോൾ എന്നെ ദൈവം എടുക്കാനായിട്ട് എനിക്കൊരു കഴിവുമില്ലല്ലോ. എപ്പോഴും എനിക്ക് ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്, എനിക്ക് കഴിവൊന്നുമില്ലാത്ത, പക്ഷേ ദൈവം എന്നെ എടുത്തല്ലോ എന്നോർത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ആ വരികളും ട്യൂണും എല്ലാം അപ്പോൾ തന്നെ ലഭിക്കുകയും ഞാൻ അന്നേരം ചിലപ്പം ഷവർ എടുക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കും, എൻ്റെ ഫോണിനകത്ത് ഞാനതങ്ങ് റെക്കോർഡ് ചെയ്യും ആ സമയത്ത്. അങ്ങനെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരു 6-7 പാട്ട് എഴുതാനായിട്ട് കൃപ ലഭിച്ചു. അതിൽ ഒരു പാട്ട് യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് എന്നെ യോഗ്യയാക്കിയോനെ എന്നൊരു പാട്ടാണ്. മറ്റൊന്ന്, കഴിഞ്ഞ വർഷം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരൻ കർത്താവിൻ്റെ സന്നിധി ചേർക്കപ്പെട്ടപ്പോൾ എനിക്ക് താങ്ങാൻ വയ്യാത്ത വേദനയായിരുന്നു. എന്നാൽ പ്രെയർ ലൈനിലുള്ള പ്രിയപ്പെട്ടവരെല്ലാം പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഫ്യൂണറലൊക്കെ കഴിഞ്ഞ് തിരിച്ചിവിടെ വന്നപ്പോൾ ഒരു പാട്ട് എഴുതി, ഹൃദയം തകർന്നു ഞാൻ നിൻ സന്നിധിയിൽ വന്നിടുന്നെൻ്റെ പ്രിയ എന്നൊരു പാട്ട്, അങ്ങനെ ഒരു പാട്ട് എഴുതാനായിട്ട്. ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു പാട്ടിൻ്റെ ഒരു 2-3 വരികൾ ഒന്ന് പാടാമോ? ഹൃദയം തകർന്നു ഞാൻ നിൻ സന്നിധിയിൽ വന്നിടുന്നെൻ്റെ പ്രിയ, ഹൃദയം തകർന്നു ഞാൻ നിൻ സന്നിധിയിൽ വന്നിടുന്നെൻ്റെ പ്രിയ, ആശ്വാസം നീ മാത്രമല്ലോ, സങ്കേതം നീ മാത്രമല്ലോ, ആശ്വാസം നീ മാത്രമല്ലോ, സങ്കേതം നീ മാത്രമല്ലോ. സിസ്റ്റർ, ഈ പ്രെയർ ലൈൻ്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും എതിർപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെടാറുണ്ടോ? മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും നമുക്കുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ടോ? അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അങ്ങനെ ഞങ്ങൾക്ക് എതിർപ്പുകളായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെ പല പ്രെയർ ലൈൻസൊക്കെയും സ്റ്റാർട്ട് ചെയ്ത് അവരൊക്കെ പല സ്ഥലങ്ങളിൽ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊരു നല്ല കാര്യമാണല്ലോ. തീർച്ചയായിട്ടും നമ്മൾ ആരംഭിച്ചൊരു കാര്യം മറ്റു പലരുമായി തുടങ്ങി കടന്നു പോകുന്ന ഒരു നല്ല കാര്യമാണ്. നമ്മൾ ആദ്യമേ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ ഞങ്ങൾ 4 പേർ എന്ന് പറഞ്ഞു. ഒന്ന് ഡോക്ടറാണ്, ഒന്ന് സിസ്റ്ററാണ്. മക്കളുടെ കാര്യങ്ങൾ, എത്ര മക്കളാണ്, അവരെന്ത് ചെയ്യുന്നു എന്നൊക്കെ ഒന്ന് പറയാമോ? ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. മൂത്ത മോന്, ഒരു മോനും മോളും. മോന് നവീൻ, അവന് ഗ്രാജുവേറ്റ് ചെയ്ത് അവനിപ്പോൾ അവിടെ ബോസ്റ്റണിൽ തന്നെ അവിടെ ജോലി ചെയ്യുന്നു. മോള് റൂത്ത്, മോള് NYUവിൽ ന്യൂയോർക്കിൽ അവൾ 3rd year പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഈ പ്രെയർ ലൈൻ ഒരു കോൺഫറൻസ് ബോസ്റ്റണിൽ വെച്ച് എല്ലാ വർഷവും നടക്കാറുണ്ട്. അത് ഈ വർഷം കടന്നു വരുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ പ്രത്യേകിച്ച് പെന്തിക്കോസ്റ്റ് കൂട്ടായ്മകളിൽ ധാരാളം കോൺഫറൻസുകളുണ്ട്. PC NAC മുതൽ ഓരോ പ്രസ്ഥാനങ്ങൾക്ക് അവരുടേതായ കോൺഫറൻസുകളുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രെയർ ലൈൻ ഇങ്ങനൊരു കോൺഫറൻസ് തുടങ്ങണം എന്ന് തോന്നിയത്? അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ് എന്ന് പറയാമോ? പ്രെയർ ലൈൻ ഞങ്ങൾ തുടങ്ങിയ വർഷം എൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന ബീന എന്ന് പറഞ്ഞൊരു സഹോദരി, ആ സഹോദരി എന്നോട് പറഞ്ഞു, സൂസൻ, ഇതിന് ദൈവാത്മാവ് വലിയൊരു കോൺഫറൻസിനെ കാണിക്കുന്നുണ്ട്, നിങ്ങളൊരു കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ ഒരു പൈസ പോലും ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഒരു രജിസ്ട്രേഷൻ ഫീയോ അങ്ങനെയൊന്നും വാങ്ങിക്കാതെ ഉള്ളൊരു കോൺഫറൻസ് ആയിരിക്കണം.
എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം വലിയ ഭയമായിട്ട് ഞങ്ങൾക്ക് തോന്നി, അതെങ്ങനെ രജിസ്ട്രേഷൻ ഫീ ഒന്നും വാങ്ങിക്കാതെ നമ്മൾ എങ്ങനെ കോൺഫറൻസ് നടത്താനായിട്ട് കഴിയും. അപ്പോൾ അതെല്ലാം ദൈവം ചെയ്തോളും, ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്തു. വളരെ അത്ഭുതം തോന്നുന്ന വിധത്തിൽ നമ്മൾ ഈ പ്രെയർ ലൈനിൽ കൂടെ പറയുന്നതല്ലാതെ ഓരോരുത്തരെയും ഇൻഡിവിജ്വലായിട്ട് ആരെയും ഇൻവൈറ്റ് ചെയ്യാറൊന്നുമില്ല. കാലിഫോർണിയയിൽ നിന്ന്, മാരിസോണയിൽ നിന്ന്, ഓക്ലഹോമ, ഓഹായോ, ഇവിടുന്നെല്ലാം ധാരാളം സഹോദരങ്ങൾ കടന്നു വന്ന് അവർക്കൊക്കെ നമ്മൾ സാധാരണ ഒരു കോൺഫറൻസ് പോലെയല്ല, ഇവിടെ വരുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ചങ്ങ് കരയും ആൾക്കാർ. കാരണം ഒരുമിച്ചിരുന്ന രാത്രികളെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കുകയും പാട്ടുപാടി, ഇവർക്കൊന്നും ആരും തമ്മിൽ കണ്ടിട്ടില്ല. അപ്പം ആ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ വരുമ്പോഴത്തേക്ക് നമ്മളെ കാണുമ്പോൾ ഉള്ള സന്തോഷവും ഒരുമിച്ചുള്ള കൂട്ടായ്മയും, അതിന് പാസ്റ്റേഴ്സൊക്കെ പ്രത്യേകമായിട്ട് സാധാരണ ഉള്ള പെൻറ്റക്കോസ്റ്റൽ കൺവെൻഷന് പോലെ നമ്മൾ പ്രത്യേകം ഗസ്റ്റ് സ്പീക്കേഴ്സിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യും. പാസ്റ്റേഴ്സ് തന്നെ അവരെ പോലും ഇൻവൈറ്റ് ചെയ്യേണ്ട, സന്തോഷത്തോടെ ഒരു 10-20 പാസ്റ്റേഴ്സ് വരും. അവരൊക്കെ എല്ലാം പരിശുദ്ധാത്മാവ് അതെങ്ങനെ നടത്തുന്നുള്ളത് നമുക്ക് പറയാനൊക്കത്തില്ല, അതുപോലെ അനുഗ്രഹമായ രീതിയിൽ. സാധാരണ എത്ര പേര് വരും ഈ കോൺഫറൻസിന്? ചെറിയ രീതിയിലുള്ള കോൺഫറൻസ് ആണ്. ഒരു ഇവിടെ ബോസ്റ്റണിലുള്ളവരെയും കൂടെ ചേർത്ത് ഒരു 10-250 പേര് ഒക്കെ സാധാരണ വരും. ഇതിപ്പോൾ എത്ര വർഷമായിട്ട് കോൺഫറൻസ് നടക്കുന്നു? ഇപ്പം നടക്കാൻ പോകുന്നു ഈ മെയ് മാസം 21 തൊട്ട് 24 വരെ എല്ലാ വർഷവും നമ്മൾ മെമ്മോറിയൽ ഡേ വീക്കെൻഡിനോട് അനുബന്ധിച്ചാണ് നമ്മൾ കോൺഫറൻസ് നടത്തുന്നത്. ഈ മാസം മെയ് 21 തൊട്ട് 24 വരെയുള്ള തീയതികളിലാണ്. ഈ പ്രെയർ ലൈനിൽ സാധാരണയായി പെന്തിക്കോസ്ത് വിശ്വാസികൾ മാത്രമാണോ കടന്നു വരുന്നത്, അതോ മറ്റ് സമുദായങ്ങളിൽ നിന്ന് മറ്റ് വിശ്വാസങ്ങളിലുള്ളവർ കടന്നു വരാറുണ്ടോ? അതാണ് എനിക്ക് വളരെ സന്തോഷമായി പറയാനുള്ളത്. കാരണം സാധാരണ നമ്മൾ പെൻറ്റക്കോസ്റ്റൽ ചേർച്ചസിൽ ഒരു മീറ്റിംഗ് വിളിക്കുകയൊക്കെ ആണെങ്കിൽ മറ്റ് സമുദായത്തിലുള്ളവർക്ക് വരുവാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്, അവർക്ക് താല്പര്യമില്ല. എന്നാൽ ഈ പ്രെയർ ലൈനിൽ അധികവും വരുന്നത് മാർത്തോമക്കാരും, കാത്തലിക്സ്, ഓർത്തഡോക്സ്. ഒരു സഹോദരി എന്നെ വിളിച്ച് പറഞ്ഞു, ഓർത്തഡോക്സിലെ ഒരു അച്ഛൻ്റെ മോള് ഈ പ്രെയർ ലൈനിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. വലിയ താല്പര്യമൊന്നും മാർത്തോമക്കാരി ഒരു സഹോദരിയോടാണ് പറഞ്ഞത്, വലിയ താല്പര്യം കാണിച്ചില്ല. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ ഓർത്തഡോക്സിലെ അച്ഛൻ്റെ മോളുടെ വേദപുസ്തക ജ്ഞാനം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അത്രമാത്രം ഇതിനകത്ത് പലരും പറയും ഒരു ബൈബിൾ സ്കൂളിൽ പോകുന്നതിനേക്കാളും വചനം പഠിപ്പിക്കാൻ, അതുപോലെ ബാബു ചെറിയൻ പാസ്റ്റർ, TJ സാമുവൽ പാസ്റ്റർ, ജോസഫ് ഉണ്ടക്കയം പാസ്റ്റർ, ഞാൻ ചിലരുടെ പേര് പറഞ്ഞതേ ഉള്ളൂ, അതുപോലെ KC ചാക്കോ പാസ്റ്റർ, അങ്ങനെ പലരും വന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഈ മെസ്സേജുകൾ എങ്ങനെയാണ് നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നത്? നിങ്ങൾ ഏതിൽ ആർക്കൈവിലാക്കി വെക്കുകയാണോ, അതോ അവരെ ആ സമയങ്ങളിൽ പ്രെയർ ലൈൻ കയറി അവരെ പ്രസംഗിക്കുകയാണോ, അതോ നേരത്തെ പ്രീ റെക്കോർഡഡ് മെസ്സേജസ് ആണോ? നമ്മൾ ആ സമയം എല്ലാ മെസ്സേജസും റെക്കോർഡ് ചെയ്യാൻ പ്രത്യേകം അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സഹോദരങ്ങളുണ്ട്. അവർ ഓരോ മെസ്സേജും റെക്കോർഡ് ചെയ്ത് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് www.prayerline24.com എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. ആ വെബ്സൈറ്റിൽ എല്ലാ മെസ്സേജസും നമ്മുടെ ബൈബിൾ സ്റ്റഡി ആയിട്ടുള്ളത്, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ കംപ്ലീറ്റ് റെവലേഷൻ, ബുക്ക് ഓഫ് റെവലേഷൻ TJ സാമുവൽ പാസ്റ്ററിൻ്റെ സ്റ്റഡിയുണ്ട്. അതുപോലെ ഇപ്പോൾ ബാബു ചെറിയൻ പാസ്റ്റർ പത്രോസിൻ്റെ ലേഖനം പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ജോസഫ് ഉണ്ടക്കയം പാസ്റ്റർ പഠിപ്പിക്കും. അങ്ങനെ പലരും പഠിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജസ് നമ്മുടെ പ്രെയർ ലൈൻ്റെ വെബ്സൈറ്റിൽ ബൈബിൾ സ്റ്റഡി എന്നുള്ള ലിങ്കിൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആർക്കൈവ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഏത് സമയത്തും ഈ ബൈബിൾ സ്റ്റഡി ഡൗൺലോഡ് ചെയ്യുകയും, ഞാൻ എപ്പോഴും ലൈനിൽ പറയും, നിങ്ങൾ മറ്റുള്ളവർക്ക് CD-യിലോ എല്ലാം കോപ്പി ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് മറ്റുള്ളവർക്കും അത് പഠിക്കുവാനായിട്ട് ഒരു മുഖാന്തരമായി തീരും. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാമുകൾ നടത്താറുണ്ടോ? കുഞ്ഞുങ്ങളോട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാം? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് എല്ലാ ദിവസവും രാത്രി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഇതിനകത്ത് കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന ധാരാളം മാതാപിതാക്കളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് എല്ലാ ദിവസവും രാത്രിയിൽ 9 മണി മുതൽ 10 മണി വരെ, 8:45 തൊട്ട് 10 മണി വരെ ഉള്ള സമയം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ദിവസങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ കുഞ്ഞുങ്ങൾക്ക് തന്നെത്താനെ അവർക്ക് ലീഡ് ചെയ്യുവാനും, അവർക്ക് വചനം പറയുവാനും, അവർക്ക് പാട്ട് പാടുവാനൊക്കെ ഉള്ള അവസരം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 8 മണി മുതൽ, ഈസ്റ്റേൺ ടൈമാണ് ഞാൻ ഈ പറയുന്നത്, വെള്ളിയാഴ്ച വൈകുന്നേരം 8 മണി മുതൽ 9 വരെ പ്രത്യേകിച്ചും സിസ്റ്റർ എലിസബത്ത് തോമസ് അത് ലീഡ് ചെയ്യുന്നു. കുഞ്ഞുങ്ങൾ കടന്നു വരികയും അവർ വാക്യങ്ങൾ പറയുകയും അവരുടെ സാക്ഷ്യം പറയുകയും പാട്ടുപാടുകയൊക്കെ ചെയ്യും. കൂടാതെ അത് മലയാളം ലൈനിലാണ്. കൂടാതെ ഇംഗ്ലീഷ് ലൈനിൽ എല്ലാ ശനിയാഴ്ചയും ഉച്ച സമയത്ത് 2 മണി ഈസ്റ്റേൺ ടൈം, 2 മണി മുതൽ 3 മണി വരെ കുഞ്ഞുങ്ങൾ തന്നെ അവർ ലീഡ് ചെയ്യുകയും അവർ നമ്മുടെ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനാ വിഷയം എടുക്കുകയും അവരെ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ പ്രാർത്ഥനാ വീരരായിട്ട് എക്വിപ്പ് ചെയ്യാൻ തക്കവണ്ണം ഈ ലൈന് അതിന് സഹായമായി.
നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കിട്ടിയ അവസരത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ അനുഗ്രഹമായി മുൻപോട്ട് പോകട്ടെ. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ആ പ്രെയർ ലൈനിൻ്റെ നമ്പറും അതെങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ പബ്ലിക്കിനൊന്ന് കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഇനിയും ഈ ഇൻ്റർവ്യൂ കണ്ട് മറ്റുള്ളവർക്ക് ആ പ്രെയർ ലൈനിൽ പ്രവേശിപ്പിക്കാൻ സാധിക്കുമല്ലോ. ഇത്രയും സമയം ഞങ്ങളോടുകൂടെ ചെലവഴിച്ചതിന് പ്രത്യേകം നിങ്ങളോട് രണ്ടുപേരോടും ഞങ്ങളുടെ നന്ദിയെ അറിയിക്കുകയും ചെയ്യുന്നു. ഡയൽ ചെയ്യുന്ന നമ്പർ 712-432-8273. ആ നമ്പറാണ് കോമൺ ആയിട്ട് എല്ലാ ഭാഷയിലും ഡയൽ ചെയ്യേണ്ട നമ്പർ. ഇനി ആ നമ്പർ ഡയൽ ചെയ്ത ശേഷം ഒരു കോൺഫറൻസ് ഐ ഡി എൻ്റർ ചെയ്യാൻ പറയും. കോൺഫറൻസ് ഐ ഡി മലയാളത്തിലാണല്ലോ ആദ്യം ആരംഭിച്ചത്. അതിൻ്റെ കോൺഫറൻസ് ഐ ഡി 2186-181. അത് കഴിഞ്ഞിട്ട് ഒരു പൗണ്ട് സൈൻ അല്ലെ ഹാഷ് മാർക്ക്. അത് കഴിയുമ്പോൾ നമുക്ക് കോൺഫറൻസിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത ശേഷം അതിനകത്ത് എത്ര പേര് പാർട്ടിസിപ്പൻസ് ഉണ്ടെന്ന് പറയും. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം പറയാനുണ്ടെങ്കിൽ പ്രാർത്ഥനാ വിഷയം പറയാനുള്ള സമയം ചോദിക്കും. ആ സമയത്ത് *1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ അൺമ്യൂട്ടഡ് ആവും. ധാരാളം പേര് ലൈനിലുള്ളത് കൊണ്ട് എപ്പോഴും മ്യൂട്ടഡ് ആയിരിക്കും. ലൈൻ അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥനാ വിഷയം പറയാനായിട്ട് കഴിയും. ഇത് മലയാളത്തിൻ്റെ, ഇംഗ്ലീഷിൻ്റേത് 2186-182 പൗണ്ട്, സ്പാനിഷ് 2186-183, തമിഴ് 2186-184, ഹിന്ദി 2186-185, തെലുഗു 2186-186 പൗണ്ട്.